ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന സിനിമ. ഭാവനയും റഹ്മാനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയിൽ കഥയും സംവിധാനം ചെയ്തിരിക്കുന്നത് റിയാസ് മാരാത്ത് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്തിരുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. പിന്നെ ഇതിൽ ലീഡിങ് റോളായിട്ട് ഭാവനയും നമ്മുടെ റഹ്മാനുമാണ് കഥ മുഴുവൻ ലീഡ് ചെയ്യുന്നത്. പിന്നെ അത് അവരെ കൂടാതെ ബിനു പപ്പു, അർജുൻ ലാല്, പിന്നെ വിഷ്ണു അഗസ്ത്യ, ഷിബിൻ ബെൻസൺ, അങ്ങനെയുള്ള ഷെബിൻ ബെൻസൺ, അങ്ങനത്തെ കുറച്ചധികം കഥാപാത്രങ്ങളും ഉണ്ട്. അതെ അതെ. പിന്നെ സിനിമ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് കാണിച്ചുകൊണ്ട് ഭാവന റൈഡിന് ഇറങ്ങുകയാണ് സൈക്കിളിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഴയ കുറച്ച് കഥകൾ റീക്യാപ്പ് ചെയ്തിട്ട് ഉള്ളൊരു റൈഡിങ് ആണ്. സംഭവിച്ച കുറച്ച് ഇമോഷണൽ ടച്ച് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ആക്സിഡൻറ്റിൽ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്തിട്ട് അത് കാഴ്ച കണ്ടിട്ട് അനിയന് ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ളൊരു ആളായിരിക്കും. അപ്പോൾ അവനെ കുറിച്ച് കൊടുത്തിട്ട് ഇവള് വളരെയധികം വറീഡ് ആവുക. അങ്ങനെയുള്ളൊരു സിസ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ആ അനിയന് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഭാവനക്ക് ഒരു ഡൗട്ട് തോന്നും. അങ്ങനെ അതിന്റെ പുറകെ പോയിട്ട് ആ ഒരു ക്രൈമായിരുന്നു, ആ ക്രൈം മാത്രമേ 3-4 കൊലപാതകങ്ങൾ തുടർച്ചയായിട്ട് നടക്കുകയാണ്. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്രാൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് റഹ്മാൻ വരുന്നത്, പോലീസ് ഓഫീസർ. ഇതിൽ ഭാവന എന്ന് വെച്ചാൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയാണ് ഈ ഭാവന. അങ്ങനെ രണ്ടു കൂട്ടരും അവരവരുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ആരംഭിക്കുന്നു. അതിൽ തുടക്കമൊക്കെ കുറച്ചൊരു ലാഗിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്, കുറച്ച് ലാഗായിരുന്നു അല്ലേ? അതെ അതെ അതെ. പിന്നെ ബിനു പപ്പ് ഫോറൻസിക് സർജൻ ആണ്. അതേപോലെ നമ്മളെ വിഷ്ണു അഗസ്ത്യൻ അല്ലെ, RDX വില്ലൻ, അവന് നല്ല റോൾ, കുറച്ച് റോളുള്ളൂ, പക്ഷെ ഉള്ളത് നല്ല അടിപൊളി റോളാണ്. ഈ അർജുൻ ലാൽ എന്ന് പറഞ്ഞ ആള് ഭാവനയുടെ ഫ്രണ്ട് കൂടിയാണ്. തന്മാത്രയിൽ മോഹൻലാലിന്റെ അർജുന്റെ ഫ്രണ്ടാണ്, ഈ ഭാവനയുടെ ഫ്രണ്ടാണ്. അദ്ദേഹം അത്യാവശ്യം അല്ലെ നല്ല റോളാണ് അർജുന് കിട്ടിയിട്ടുള്ളത്. തന്മാത്രയ്ക്ക് ശേഷം എന്ന് വേണം പറയാൻ. എല്ലാവരും കാണാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു റോളാണ് ഇതിലുള്ളത്. അതെ. പിന്നെ പോലീസ് ഓഫീസറായിട്ട് ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോ ആയിരുന്നു അല്ലെ? കഥ മൊത്തത്തില് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും അവരെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ വളരെ സ്ലോ ആയിരുന്നു. ആദ്യത്തെ 2.5 മണിക്കൂറാണ് സിനിമ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. കുറച്ച് ലാഗ് ആയിരുന്നേനും പിന്നെ ഫസ്റ്റ് ഹാഫ് വേഗം കഴിയും ചെയ്തു. കഥ എവിടെയോട്ട് എത്തും ചെയ്തില്ല. പക്ഷെ സെക്കൻഡ് ഹാഫില് നല്ല സ്പീഡായിരുന്നു, എൻഗേജിംഗ് ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലേ? അതെ അതെ. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് എഫക്ട് കാര്യങ്ങളൊക്കെ ഇരുത്താൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ സിനിമയിലെ പാട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സൗണ്ട് എഫക്റ്റുകൾ ഒക്കെ തന്നെ അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതേപോലെ സീനിയറുകൾ. അതെ അതെ. ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഒരു മിസ്റ്ററി ഫീലാണ്. സിനിമ മൊത്തം തന്നെ ഒരു മിസ്റ്ററി ഫീലുള്ള ഒരു സിനിമയാണ്. അതിൽ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഒരു സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. സെക്കൻഡ് ഹാഫ് നല്ല സ്പീഡ് പോകുന്നുണ്ട് അല്ലേ? സ്ലോ പോയിട്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര സ്പീഡിൽ കഥ കൊണ്ടുപോകുന്നുണ്ട്. കാരണം 1.5 മണിക്കൂർ നമ്മളെ ഫുൾ ടൈം എൻഗേജഡ് ആക്കുന്നുണ്ട്. പിന്നെ അവസാന ക്ലൈമാക്സിലൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട്, അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണ്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റിംഗ് സീനും ഉണ്ട്, അത് റഹ്മാനും ഇതിലെ വില്ലനും കൂടി നല്ല ഒറിജിനാലിറ്റി തോന്നുന്നു. അധികം പിന്നെ ആൾട്രേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതെ അതെ അതെ. പിന്നെ റഹ്മാൻ അത്യാവശ്യം ബോഡിയൊക്കെ ബിൽഡപ്പ് നല്ല ഫിസിക്കായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഭാഗത്ത് നല്ല എഫേർട്ട് ഉണ്ട്. പിന്നെ ഭാവനയാണ് ലീഡിങ് റോള്. ഭാവന നല്ല രീതിയിൽ തന്നെ അത് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും ഭാവനയും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല. രണ്ടു കൂട്ടരും അന്വേഷിക്കുന്നു, അങ്ങനെ അന്വേഷിക്കുകയാണ്. അവസാനം അവരൊന്ന് ഒരുമിച്ച് എത്തണുണ്ട്. അതായത് രണ്ടു കൂട്ടരും കൂടിയും ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നുണ്ട്. പിന്നെ വില്ലൻ എന്ന് പറഞ്ഞാല് നമുക്ക് തീരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വില്ലനാണ്. മാത്രല്ല ക്ലൈമാക്സിൽ അത്യാവശ്യം നല്ല വില്ലനായിരുന്നു. വില്ലന്റെ അഭിനയം അടിപൊളിയായിരുന്നു. പിന്നെ വില്ലൻ ആരാന്ന് നമ്മൾ പറയണില്ല, ഒരു സസ്പെൻസ് ആണ്, അതാണ് സസ്പെൻസ് ആയിട്ട് നിങ്ങൾ കാണു പോയിട്ട്. പിന്നെ ബിനു പപ്പുവിന്റെ അഭിനയൊക്കെ അല്ലേ, അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ചെറിയ ചെറിയ റോളുകളായിട്ട് എത്തുന്ന എല്ലാവരും പോലീസ് ഓഫീസർമാരുണ്ട്, നമ്മൾ പല സിനിമയിലും ഉണ്ട്, പക്ഷെ കറക്റ്റ് നമുക്ക് പേരറിയില്ല. പക്ഷെ അവരൊക്കെ അത്യാവശ്യം നന്നായി എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മളെ ശുക്ർ വക്കീലുണ്ട് ഇതില്, ഒരു ജഡ്ജായിട്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് സിനിമ മൊത്തത്തിൽ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി കഥ, നല്ല മേക്കിങ്ങും. അതെ അതെ. ഒരു സൈക്കോപാത്ത് കില്ലിംഗ് ആണ് ഇത് ഇവിടെ നടന്നിട്ടുള്ളത്. അത് എത്ര പേർക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ വെറൈറ്റി കഥയാണ്. അതെ, വെറൈറ്റി കഥയാണ്. നമ്മൾക്ക് സാധാരണ ത്രില്ലർ സിനിമകളിലൊന്നും കാണുന്ന ക്ലൈമാക്സ് അല്ല.
ഒരു പ്രത്യേകിച്ച് മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അല്ലേ. അതായത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു എബോവ് ആവറേജ് എന്ന് പറയുന്ന സിനിമ. ഭയങ്കര ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഒരു ആവറേജിന് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന നല്ല സിനിമയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമ അവസാനമൊക്കെ അല്ലേ, അവസാനമാകുമ്പോൾ അതായത് അതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ നന്നായിട്ട് നമ്മളെ അതായത് ആ സിനിമയ്ക്ക് കണക്ട് ചെയ്യിക്കുന്നുണ്ട്. അതുവരെ നമുക്ക് ഇതിപ്പോൾ എവിടേക്കാ പോകണത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവസാനമാകുമ്പോൾ നന്നായിട്ട് കണക്ട് ചെയ്യാൻ, അതായത് അതുവരെ മനസ്സിലാകാത്തൊരു കഥ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. പിന്നെ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണും എല്ലാവരും. കുറച്ചധികം സൈക്കോകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ അഭിപ്രായം മാത്രം കേട്ടോ, ഞങ്ങൾക്ക് സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയ അഭിപ്രായമാണ്, ഞങ്ങളെ മാത്രം ഒപ്പീനിയനാണ്. നല്ല കാസ്റ്റിംഗ് ആയിട്ടുണ്ട് മൊത്തത്തിൽ. കാസ്റ്റിംഗ് അല്ലേ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മൾ പുതിയ സിനിമാ വിശേഷങ്ങളും പിന്നെ മറ്റ് കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.